ഉത്തരവായിട്ട് എൻട്രിക്ക് വരും. മൈ നമ്പർ ഈസ് 2244. ദെൻ മന്ത്രവാദം എങ്ങനെയാണ് മനുഷ്യരെ സ്വാധീനിക്കുന്നത്, അതിന്റെ സൈക്കോളജി മറ്റൊരു രൂപമാണ്. ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഹിപ്നോട്ടിസം പോലെയാണ് മന്ത്രവാദത്തിൽ. ഉദാഹരണമായിട്ട് ഈ നിങ്ങൾ പലപ്പോഴും ഈ വാക്സ് രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ രൂപത്തിലേക്ക് നിങ്ങളെ ആവേശിപ്പിച്ചിട്ട് അതിനകത്ത് കുത്തുമ്പോൾ നിങ്ങൾക്ക് വേദനയായിട്ട് തോന്നും, അതിനെ ചൂടാക്കുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നോണം തോന്നും. പല ഈ മെക്സിക്കൻ കൾച്ചറിലൊക്കെ ഇതുപോലെയുള്ള മന്ത്രവാദങ്ങൾ നിങ്ങൾ വിശ്വസിക്കണം. യു നീഡ് ടു ബിലീവ് ഇൻ ദിസ് ബുൾഷിറ്റ് എന്ന് ഞാൻ പണ്ട് പറഞ്ഞോണം. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ ബാധ പോലെ തന്നെയാണിത്. ബാധ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ബാധ ഉണ്ടെന്ന് നിങ്ങളുടെ കൂടെ ഉള്ളവർ വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാധയുണ്ട്. ഒരു മേശിരി അല്ലല്ലേ, തിരുമേനി മേശിരി ഓഫ് കൂടോത്രം ഈസ് കോൾഡ് തിരുമേനി. അദ്ദേഹം വന്നിട്ട് കുറെ ആക്രി പുക അത് ഇത് കോഴി രക്തമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്ന് എന്തൊക്കെ ഇറങ്ങി പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. ഇല്ലാത്തതാണ് ഇറങ്ങി പോകുന്നത്, ഉള്ളത് ഇറങ്ങി പോയില്ല കേട്ടോ. അതേപോലെ മന്ത്രവാദം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ വേറൊരു തലത്തിലേക്ക് പരുവപ്പെടുത്തിയെടുക്കുക. ആ പരുവപ്പെടുത്തിയെടുക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പലതും പോയതായിട്ടും വന്നതായിട്ടും തോന്നും. ഈ തോന്നലാണല്ലോ പ്രധാനം. ആക്ച്വലി തോന്നലാണല്ലോ പ്രധാനം. അപ്പോൾ മന്ത്രവാദം വെച്ച് അങ്ങനെ സ്വാധീനിക്കാം. എനിക്കൊരു അസുഖമുണ്ട്, അത് മന്ത്രവാദി വന്നെങ്കിലേ പോകൂ എന്നൊരാൾ വിശ്വസിക്കുന്നു. മന്ത്രവാദി വന്നിട്ട് കുറെ സാധനങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നു, പുകയ്ക്കലുമൊക്കെ ചെയ്യുന്നു, കുറെ അടിക്കുന്നു, കൈവച്ച് പൊള്ളിക്കുന്നു. അവസാനം എന്തോ പോയി, കിളി പോയതോണം തോന്നുന്നു, മന്ത്രവാദിക്ക് പൈസ കൊടുത്തു വിടുന്നു, നടക്കും. പക്ഷേ ഞാൻ പറഞ്ഞത് ഇല്ലാത്തതേ ഇറക്കി വിടാൻ പറ്റൂ, ട്യൂമർ ഇറക്കി വിടാൻ പറ്റില്ല. ട്യൂമർ മന്ത്രവാദി കിടന്ന് തുള്ളിയാലും ട്യൂമർ അവിടെ ഉണ്ടാവും. പക്ഷെ പ്രേതമൊക്കെ ഇറങ്ങിപ്പോവും, ബാധ ഇറങ്ങിപ്പോവും, പിന്നെ വന്നുകൂടി എന്നൊക്കെ പറയില്ല, അതൊക്കെ ഇറങ്ങിപ്പോവും. അതിന് അങ്ങനൊന്നും ഇല്ല. ഇല്ലാത്തത് ഇല്ലാതാക്കാം, ഉള്ളത് ഇല്ലാതാക്കാൻ പറ്റില്ല. ഇല്ലാത്തത് ഇല്ലാതാക്കിയിട്ട് പൈസ വാങ്ങിക്കുന്നവരാണ് ഈ കൂടോത്രവും മന്ത്രവാദവും ഒക്കെ. അത് മനസ്സിലാക്കുക. ഭരണഘടന ഉണ്ടെങ്കിലും ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ. അതിൽ ഒരു ചരിത്ര പശ്ചാത്തലം എന്താണ്? ഈ ഭരണഘടന ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിക്ക് എപ്പോഴും ഇപ്പോൾ പേടിയെന്ന് വെച്ചാൽ യൂട്യൂബ് പ്രേക്ഷകരെയാണ്. നിങ്ങളിപ്പോൾ പുതുതായിട്ടായിരിക്കും ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞു, ഇത് മറ്റെടുത്ത് പറഞ്ഞല്ലേ മറിച്ചെടുത്ത് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞവരിങ്ങനെ കമന്റ് എഴുതിയിടും. അതുകൊണ്ടാണ് പ്രശ്നം. എന്നാലും കുഴപ്പമില്ല, എന്നാലും നിങ്ങളാണ് പ്രധാനം. ഇന്ത്യക്ക് അർഹിക്കാത്ത ഒരു ഭരണഘടന ഇന്ത്യയിലുള്ളത്. നമ്മൾ ചോന്നുകൊണ്ട് നടക്കുന്ന പല കാര്യങ്ങളും നമ്മളുടേതല്ല. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടേതല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു ഇറക്കുമതി സാധനമാണ്. അതിനകത്തുള്ള മിക്കവാറും കാര്യങ്ങളൊക്കെ കുറെ കൂടെ പരിഷ്കൃതമായിട്ടുള്ള ലിബറൽ ജനാധിപത്യ സമൂഹങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ. ആ കാര്യങ്ങൾ നമ്മളിതിനകത്ത് കുത്തി നിറച്ചിരിക്കുന്നതിനാൽ നമുക്കിതെടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. മനസ്സിലായി? നിങ്ങളുടെ ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ അറിയാൻ മേത്ത ഒരു ടീമിന്റെ മുന്നിൽ ഒരു റോൾസ് റോയ്സ് കാർ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു റോൾസ് റോയ്സ് കാറാണ്. നമുക്ക് പല ടീമുകൾക്കും സൈക്കിൾ പോലും ഓടിക്കാൻ അറിയില്ല. മതേതരത്വം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് മതേതരത്വം എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് അറിയില്ല. ലിംഗനീതി, എന്ത് ലിംഗനീതി? മനുഷ്യര് തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യര് തമ്മിൽ പരസ്പരം കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, അകലം പാലിക്കണമെന്ന് വിശ്വസിച്ചിരുന്ന അത്തരം കഥകൾ ഉണ്ടായിരുന്ന ധർമ്മശാസനങ്ങളുള്ള ഒരു ജനതയ്ക്ക് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞൊരു ഭരണഘടന കെട്ടിയിറക്കി കഴിഞ്ഞാൽ എങ്ങനെ വിജയിക്കും? അവിടെ ഈ ഭരണഘടന സ്വീകരിക്കാനായിട്ടുള്ള മസ്തിഷ്കപരമായ പരുവപ്പെടുത്തൽ ഇന്ത്യൻ സമൂഹത്തിൽ സംഭവിച്ചിട്ടില്ല. നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതാണ്. ചുമ്മാ അതങ്ങ് ഭരിച്ചിട്ട് ഇത്രയും സീറ്റ് വാങ്ങിച്ച് ഭരിച്ചിട്ടൊന്നും കാര്യമില്ല. കുറെ റോഡ് ഉണ്ടാക്കിയിട്ടോ കുറെ പദ്ധതികൾ ഉണ്ടാക്കിയിട്ടോ ഒന്നും കാര്യമില്ല. കുറെ വിമാനത്താവളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആർക്കാണ് ഈ വിമാനത്താവളം ഉണ്ടാക്കി കൊടുക്കുന്നത്? നിങ്ങൾ ഈ പറയുന്ന സെറിബ്രൽ ചേഞ്ച്, ആ വിദ്യാഭ്യാസ പരിപാടി നടപ്പിലാക്കാത്ത ഒരു ജനതയുടെ മുന്നിലേക്ക് വികസനമോ ഒരു ഭരണഘടനയോ ഏറ്റവും നവീനവും ഉദാത്തവുമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ട് യാതൊരു വിശേഷവും ഇല്ല. കുങ്കുമം ചുമക്കുന്ന ഡാഷായി മാറും. അതാണ് ഇന്ത്യക്ക് സംഭവിക്കുന്നത്. ഇന്ത്യക്കാരൻ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഒരുപാട് ദൂരം നടക്കാനുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന കുറ്റമറ്റതാണെന്നല്ല ഞാൻ പറഞ്ഞത്. അത് അങ്ങേയറ്റത്തെ സാധനമാണെന്നും അല്ല പറഞ്ഞത്. അത് ബൈബിൾ ആണെന്നും അല്ല ഞാൻ പറഞ്ഞത്. അത് പരിഷ്കരിക്കാനുള്ള വ്യവസ്ഥ അതിനകത്ത് തന്നെ ഉണ്ട്. പക്ഷെ അത് ഫോറിനാണ് സാധനം. അത് ഫോറിൻ സാധനമാണ്. നമ്മുടെ ഇവിടെ നിന്നുള്ള ഞാൻ പറയുന്നത് നല്ല കാര്യം ആര് പറഞ്ഞാലും നമ്മൾ എടുക്കണം. ലിംഗനീതി ഇന്ത്യൻ സമൂഹത്തിന് അന്യമാണ്. സ്ത്രീയെ ബഹുമാനിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ബഹുമാനിക്കാനല്ല നമ്മൾ പറയുന്നത്. സ്ത്രീ എന്തിനാണ് സ്പെഷ്യലായിട്ട് ബഹുമാനിക്കുന്നത്? അവളുടെ കാല് കഴുകി കുടിക്കുന്നത് എന്തിനാണ്? അങ്ങനെ നാരി പൂജയുടെ ഒന്നും ആവശ്യമില്ല ഈ രാജ്യത്ത്.
നാരി പൂജയുടെയോ അല്ലെങ്കിൽ എന്താ പറയുക പുരുഷ പൂജയുടെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും തുല്യമായിട്ട് പരിഗണിക്കണം. അല്ലാതെ ആണ്ടിലൊരിക്കൽ കാല് കഴുകി കുടിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ആ പരിപാടി ശരിയല്ല. അതൊരു കോമ്പൻസേഷൻ ടെക്നിക്കാണ്. മനസ്സിലായില്ലേ? ഓസ്കാർ വൈൽഡിന്റെ, എനിക്ക് സമയമില്ല, ഓസ്കാർ വൈൽഡിന്റെ ഒരു നാടകമുണ്ട്, ലേഡി വിൻഡമേഴ്സ് മാൻ ആണെന്ന് തോന്നുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭാര്യയോട് പരസ്യമായ വേദികളിൽ വെച്ച് ഒരുപാട് സ്നേഹം അഭിനയിക്കരുത് എന്ന് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കരുതും നിങ്ങൾ വീട്ടിൽ അവളെ സ്ഥിരം ഇടിക്കുകയും തൊഴിക്കുകയും ചെയ്യുകയാണെന്ന്.